അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാ. പ്രിയപ്പെട്ട വിശ്വാസി സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട് ഒരിക്കൽ കൂടെ പരിശുദ്ധ റമളാനിനെ സ്വീകരിക്കുവാനും സൽക്കർമ്മങ്ങളെ കൊണ്ട് അള്ളാഹു തൃപ്തിപ്പെടുന്ന അവനിഷ്ടപ്പെടുന്ന കർമ്മങ്ങളെ കൊണ്ട് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുവാനും നമുക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ്. കഴിവിൻ്റെ പരമാവധി നമ്മളെല്ലാവരും അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കാൻ പറ്റിയ വിധത്തിൽ ഈ റമളാനിൻ്റെ സമയങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ റമളാനിലെ സൽക്കർമ്മങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ ഏറ്റവും നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് നമ്മുടെ മക്കളെ ഈ രൂപത്തിൽ തർബിയത്ത് നൽകാനുള്ള പരിശ്രമങ്ങൾ കൂടെ റമളാനിൽ നമ്മൾ നടത്തണമെന്നത്. സ്വാഭാവികമായും അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശലോകത്തെ സ്വർഗകവാടങ്ങൾ തുറന്നു വച്ചിട്ടുള്ള, അതുപോലെ തന്നെ നരകകവാടങ്ങൾ അടച്ചു വച്ചിട്ടുള്ള, പിശാചിനെ ചങ്ങലക്കെട്ടിട്ടുള്ള ഈ സന്ദർഭം എല്ലാ നന്മകൾക്കും എന്ന പോലെ തന്നെ നമ്മുടെ മക്കളുടെ മനസ്സിൽ നല്ല തർബിയത്തിന്, സംസ്കരണ ചിന്തകൾക്ക് വളർത്തുവാനും ശീലങ്ങളെ ഉണ്ടാക്കുവാനും പര്യാപ്തവും അനുഗുണവുമായ സമയമാണ് എന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ നന്മകളിൽ അതിനുകൂടെ നല്ല പരിഗണന കൊടുക്കാൻ നമുക്ക് സാധിക്കണം. മുൻഗാമികളിൽ നിന്ന് അത്തരത്തിലുള്ള കുറേയേറെ ഗുണപാഠങ്ങൾ നമുക്ക് ലഭിക്കുന്നത് കാണാം. അങ്ങനെ നമ്മൾ നമ്മുടെ മക്കളെ റമളാനിൽ നടത്തേണ്ട തർബിയത്തിന്റെ ഭാഗമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന്, നമ്മുടെ ഒരുക്കവും തയ്യാറെടുപ്പും തന്നെ കുട്ടികൾക്ക് നല്ല സന്ദേശം കൈമാറുന്നതാകണം. പതിവിന് വിപരീതമായി നമ്മളൊന്ന് ഒരുങ്ങിപ്പുറപ്പെട്ട് എവിടേക്കെങ്കിലും ഇറങ്ങുന്നത് കണ്ടാൽ ആ ഒരുക്കം കുട്ടികൾ സൂക്ഷിച്ചാൽ തന്നെ നമ്മുടെ കുട്ടികൾ വന്ന് ചോദിക്കും, ഇതെന്താണ്, എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ നമ്മൾ ചിലതൊക്കെ അവർക്ക് വിശദീകരിച്ചു കൊടുക്കാറുണ്ട്. ഈ റമളാനിനെ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന തയ്യാറെടുപ്പുകൾ, നമ്മുടെ ആലോചനകൾ, ആ നിലക്കുള്ള നമ്മുടെ തയ്യാറെടുപ്പുകൾ തീർച്ചയായും നമ്മുടെ കുട്ടികളുടെ മനസ്സിലേക്ക് നല്ല സന്ദേശത്തെ, ഈ പവിത്രമായ ദിനരാത്രങ്ങളുടെ സന്ദേശത്തെ നമ്മളെ കുട്ടികളുടെ മനസ്സിൽ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി ഉപകരിക്കുമെന്നതിൽ തർക്കമില്ല. രണ്ടാമത്തേത്, നമ്മുടെ നന്മകളുടെ വിഷയങ്ങളിൽ പൂർത്തിയാക്കുന്ന നമ്മൾ ചെയ്യുന്ന നന്മകളിൽ പലതിലും നമ്മുടെ മക്കളെയും നമ്മൾ ഭാഗവാക്കാക്കണം. നിസ്കാരത്തിന് പള്ളിയിലേക്ക് നമ്മൾ പോകുമ്പോൾ കൂട്ടിക്കൊണ്ടുപോകേണ്ട പ്രായത്തിലുള്ള കുട്ടികളാണെങ്കിൽ അവരെ നമ്മൾ കൂട്ടിക്കൊണ്ടുപോകണം. മറ്റു നിസ്കരിക്കാൻ വരുന്ന ആളുകൾക്ക് പ്രയാസമാകാത്ത രൂപത്തിൽ അത് നമ്മൾ ശീലിപ്പിക്കണം. അതുപോലെ തന്നെ സ്വതക്കകൾ നിർവഹിക്കുന്ന സമയത്ത് അവരെ കൊണ്ടും ചെറിയ ചെറിയ സംഖ്യകൾ കൊടുത്ത് ഇതിൻ്റെ ഭാഗമാക്കണം. അങ്ങനെ വ്യത്യസ്തങ്ങളായ നന്മകളുടെ വിഷയത്തിൽ നമ്മൾ മുന്നേറുമ്പോൾ നമ്മുടെ മക്കളെയും നമ്മൾ കൂട്ടിപ്പിടിക്കണം. പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണത്തിൽ നമ്മൾ മുന്നേറുമ്പോൾ ഏത് പ്രായത്തിലുള്ള കുട്ടികളാണെങ്കിലും അവരുടെ പ്രായത്തിനനുസരിച്ച് ഖുർആനുമായി ചേർന്ന് നിൽക്കാൻ പറ്റുന്ന സംവിധാനങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. ചെറിയ ചെറിയ ഭാഗങ്ങൾ നിശ്ചയിച്ചു കൊടുത്ത് അത് പൂർത്തിയായാൽ നല്ല സമ്മാനങ്ങളും ആദരവുകളും കൊടുത്ത് അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ഖുർആനിനെ നമ്മൾ നമ്മുടെ പക്വതയും വലിപ്പവും അനുസരിച്ച് ആ ഖുർആനിനെ നമ്മൾ നെഞ്ചേറ്റുമ്പോൾ കുട്ടികൾ അവരുടെ പ്രായത്തിൽ അവരുടെ ചിന്തയിൽ ഖുർആനുമായി ബന്ധപ്പെടുന്നുണ്ട്, അവരിടപഴകുന്നുണ്ട് എന്നുറപ്പിക്കാൻ റമളാനിൽ നമ്മൾ ബോധപൂർവം ഇടപെടണം. നമ്മളെ മാതൃകയാക്കി അവരും അതിന് വരാൻ തയ്യാറാകുന്ന ഈ സമയത്തെ അങ്ങനെ പോസിറ്റീവായി നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതുപോലെ തന്നെ പരിശുദ്ധ റമളാനിൽ നമ്മൾ നോമ്പനുഷ്ഠിക്കുമ്പോൾ പ്രായത്തിനനുസരിച്ച് കുട്ടികളെയും നോമ്പ് ശീലിപ്പിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ അവരുടെ ചര്യയായി ചെയ്യുമായിരുന്നത് ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ കുട്ടികളെ കൊണ്ട് നോമ്പ് പിടിപ്പിക്കുകയും അഥവാ നോമ്പ് നിർബന്ധമാകാത്ത കുട്ടികളെ കൊണ്ട് തന്നെ നോമ്പ് പിടിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും അവർ പിടിക്കുന്ന നോമ്പിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. നോമ്പ് തുറക്കുന്ന സമയത്തോട് അടുക്കുമ്പോൾ ഭക്ഷണത്തിന് ആഗ്രഹിക്കുന്ന കുട്ടിയെ അവർക്ക് കളിപ്പാട്ടങ്ങൾ കൊടുത്ത് ആ മനസ്സ് ഭക്ഷണത്തിൻ്റെയും വിശപ്പിൻ്റെ നിന്നും അവരുടെ മനസ്സിനെ തിരിച്ച് അവർ ആ നോമ്പ് പൂർത്തിയാക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുമായിരുന്നു. അങ്ങനെ നോമ്പ് പൂർത്തിയാക്കുന്ന ചെറിയ കുട്ടികൾക്ക് നല്ല പ്രോത്സാഹനം നൽകി ആ ശീലം അവരിൽ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. റമളാനിൽ അള്ളാഹുവുമായുള്ള നമ്മുടെ ബന്ധം, അതുപോലെ തന്നെ അള്ളാഹുവിനോടുള്ള നമ്മുടെ വിശ്വാസത്തിൻ്റെ ദൃഢത അത് കുട്ടികൾക്ക് കൂടെ കൈമാറാൻ ബോധപൂർവം നമ്മൾ ശ്രദ്ധിക്കണം. ആരും കാണുന്നില്ലെങ്കിലും നമ്മൾ വെള്ളം കുടിക്കാതിരിക്കുന്നത്, നല്ല ദാഹമുണ്ടെങ്കിലും നമ്മൾ വെള്ളം കുടിക്കാതിരിക്കുന്നത്, അള്ളാഹുവിൻ്റെ കൽപ്പന സ്വീകരിച്ചുകൊണ്ടാണ് എന്ന മഹത്വം നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണം. നമ്മുടെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ നിർദ്ദേശമനുസരിച്ച് ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വേണ്ടതും ത്യജിക്കാൻ വിശ്വാസികൾ തയ്യാറാകുമെന്ന നല്ല പാഠം കുട്ടികൾക്ക് വാക്കാലെയും പ്രയോഗത്താലെയും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. എല്ലാത്തിലും ഉപരി അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കണം. നോമ്പുകാരുടെ പ്രാർത്ഥനയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞല്ലോ, യർഫഉ അല്ലാഹു ഫൗകൽ ഗമാം, അള്ളാഹു കാർമേഘങ്ങൾക്ക് മുകളിലേക്ക് ആ പ്രാർത്ഥനയെ ഉയർത്തും. വയഫ്തഹു ലഹ അബ്വാബസ് സമാ,
എന്നിട്ട് ആകാശങ്ങളുടെ കവാടങ്ങൾ ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി റബ്ബ് തുറന്നു വെക്കും. വയഖൂലുർ റബ്ബ്, എന്നിട്ട് അള്ളാഹു ആ പ്രാർത്ഥിക്കുന്നവരോട് പറയും, വബിഇസ്സതി ലഅൻസുറന്നക വലൗ ബഅദ ഹീൻ, അല്പം കഴിഞ്ഞാണെങ്കിലും ഞാൻ നിന്നെ സഹായിക്കുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നോമ്പുകാരന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുമ്പോൾ നമ്മുടെ കുഞ്ഞോമനകൾക്ക്, അവരുടെ ധാർമ്മികതയ്ക്ക്, അവരുടെ പരലോകത്തിന്, അവരുടെ ദുന്യവിയായ നല്ല റിസൾട്ടുകൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. അങ്ങനെ ഈ റമദാൻ എല്ലാ മേഖലകളിലും മുന്നേറാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ നമ്മുടെ മക്കളെ കൂടെ ഈ സംസ്കരണത്തിന്റെയും ഈ നല്ല പാതയുടെയും വഴിയിലേക്ക് നയിക്കാൻ നമ്മൾ ബോധപൂർവം പരിശ്രമിക്കുക. റഹ്മാനായ റബ്ബ് നമ്മളെയും കുടുംബത്തെയും ഒക്കെ റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി, എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.